ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ദേവു ഗോകുൽ. അപ്പോൾ ഒരു നൈറ്റ് റൂട്ടീനാണ്. എൻ്റെ രാത്രി രീതികൾ ഇങ്ങനെയാണ്. ഒരു 7 മണിയായപ്പോഴത്തേനും ബേബിക്ക് ഏത്തപ്പഴം പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇടയ്ക്ക് സീരിയൽ കാണുന്നുണ്ട്. എപ്പോഴും കാണാറില്ല, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ കേട്ടോ. റൂം ക്ലീൻ ചെയ്യാനായിട്ട് കയറിയപ്പോഴത്തേനും കറണ്ട് പോയി. നല്ല മഴയുള്ള ദിവസമായിരുന്നു. ഇടയ്ക്ക് കറണ്ട് പോവും വരും. അതുകൊണ്ടിട്ട് ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയാറുണ്ട്, ചേച്ചി ടൈറ്റായിട്ടുള്ള ഇടലെന്ന്. എനിക്കിത് കംഫർട്ടാണ് കേട്ടോ, അതുകൊണ്ടിട്ടാണ്. പിന്നെ ഞാനൊരു ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടൈം ബ്രോസ്റ്റഡ് കഴിക്കാൻ പാടില്ലെന്നാണ്. ഭയങ്കര ക്രേവിങ് കാരണം ഓർഡർ ചെയ്തു. ഒരെണ്ണം കഴിച്ചു. പിന്നെ ബേബീനെ കുറച്ച് നേരം മഴയത്ത് നിർത്തി. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയത്ത് നിർത്തി കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ബേബിക്ക് ചൂടുവെള്ളം എടുത്തു. എല്ലാ ദിവസവും രാത്രിയിൽ ബേബീനെ കുളിപ്പിച്ചതിന് ശേഷമാണ് കിടത്താറുള്ളത്. ഡ്രസ്സ് ഇട്ടിട്ടല്ല കുളിപ്പിക്കാറുള്ളത്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം കിച്ചണിൽ പോയി ബേബിക്ക് എൻ്റെ ബദാം കുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇല്ലാതെ എലി എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയാണ്. അതുകൊണ്ടിട്ടാണ് ബേബിക്കുള്ള പാലെടുത്തിട്ട് കാച്ചാൻ വെച്ച്. ബേബിക്ക് മാത്രമല്ല, എനിക്കും. പിന്നെ എൻ്റെ ബോട്ടിൽ വെള്ളം എടുത്തു. ഈ ബോട്ടിൽ എപ്പോഴും ഞാൻ പറഞ്ഞാണെങ്കിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. വെള്ളം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. പിന്നെ റൂമിൽ വന്ന് മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടി ഞാൻ എല്ലാ ദിവസവും പിന്നി വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ നൈറ്റ് റൂട്ടീൻ പോകുന്നത്. പിന്നെ തണുപ്പിക്കാൻ വെച്ച് പാല് ബോട്ടിൽ ഒഴിച്ചു. ബേബിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിക്കൊണ്ടിട്ട് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ഞാനൊരു ഗ്ലാസ് പാലും കുടിച്ചിട്ട് ബേബിനെ റൂമിലാക്കി. ബേബിനെ രാത്രിയിൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കാറില്ല, ഡയപ്പർ മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ടിട്ട് ഇത്രയേ ഉള്ളൂ.